പൊതുവെ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഫീമെയിൽ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാവുന്ന മൂത്ര ലീക്ക്. പൊതുവെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളിലാണ് കണ്ടീഷൻ പൊതുവെ കാണപ്പെടുന്നത്. ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം സ്ത്രീകളുടെ മൂത്രനാളി വളരെ ചെറുതും ഒരു 3-4 സെന്റിമീറ്റർ മാത്രം നീളമുള്ള മൂത്രനാളിയും അത് ഇരിക്കുന്ന പെൽവിക് ഫ്ലോർ മസിൽസ് ഒരു 2-3 ഗർഭധാരണത്തിന് ശേഷം വീക്ക്നെസ്സും കൊണ്ടാണ് ഈ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഉണ്ടാകുന്ന സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത്. പൊതുവെ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എപ്പോഴും മരുന്ന് കൊണ്ട് തന്നെ മാത്രം ഭേദപ്പെടണമെന്നില്ല. പല മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഇതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കീഗൽസ് എക്സസൈസസ് അഥവാ പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യുകയാണ്. കുറച്ച് തടിയുള്ള സ്ത്രീകളിലാണ് പൊതുവെ ഇത് കൂടുതലായിട്ട് കാണപ്പെടാറ്. അപ്പോൾ ആ തടി കുറക്കുന്നതിലൂടെയും ഈ എക്സസൈസിലൂടെയും ഒരു പരിധി വരെ ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഒരു അർജൻസി യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന കണ്ടീഷനുമായിട്ടാണ്. ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരു ഭാരം പൊക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളെ എടുത്ത് പൊക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്ട്രെസ് യൂറിനറി ലീക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ കീഗൽസ് എക്സസൈസസ് അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ തുടങ്ങിയ മൊഡാലിറ്റീസിലൂടെ നിങ്ങളുടെ യൂറിൻ കൺട്രോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ കാണുക. ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കീഹോൾ ശസ്ത്രക്രിയ മെത്തേഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. TOT റിപ്പയർ എന്ന് പറയുന്ന മെത്തേഡിലൂടെ മൂത്രനാളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് ആണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻസിന്റെ ലീക്ക് മാറാറുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആ പേഷ്യൻറ്റിന് പിന്നീട് ലഭിക്കുന്നതുമാണ്. കൂടുതൽ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെ കണ്ടെത്തുക. എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, അത് ലഭ്യമാക്കുക.